എൻ രാമചന്ദ്രൻ്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നവരുടെ നീണ്ട നിരയാണല്ലോ നമുക്ക് കാണാനാവുന്നത്. സുഹൃത്തുക്കളടക്കം ഒരു വലിയ ബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്ന മനുഷ്യനാണ് എൻ രാമചന്ദ്രൻ എന്ന് ഈ ആൾത്തിരക്കിൽ നിന്നും മനസ്സിലാവുന്നു. പക്ഷേ നേരിട്ട് ഒരു ബന്ധവുമില്ലാത്തവർ പോലും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നതും നമുക്ക് കാണാനാകുമായിരിക്കും അല്ലേ? അതേമൊത്തി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ മന്ത്രി പി രാജീവ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങാനാകാത്ത വിയോഗമാണ്, വേർപാടാണ്. അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതല്ല. ഒരുപാട് ആളുകൾ പക്ഷേ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മന്ത്രിമാർ, ജനപ്രതിനിധിമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ, അദ്ദേഹത്തിന് അന്തിമോപചാരം നൽകാനായി എത്തിക്കൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. പല മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അദ്ദേഹത്തെ അവസാനമായി കാണുക എന്നുള്ളത്, അദ്ദേഹത്തിന് അവസാനമായി യാത്രയയപ്പ് നൽകുക എന്നുള്ളത് അങ്ങേയറ്റം വേദന നിറഞ്ഞ കാര്യമാണ്. അവരൊക്കെ അവസാനമായി തൻ്റെ പ്രിയ സുഹൃത്തിനെ കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ആളുകൾ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്കൊക്കെ അവസാനമായി കാണുന്നതിനുള്ള ക്രമീകരണമാണ്. എല്ലാവർക്കും പൊതുദർശനത്തിനുള്ള ക്രമീകരണം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും അത് തന്നെയാണ് പറഞ്ഞത്. നീണ്ട നിര തന്നെയുണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ. നേരിട്ട പരിചയമുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് മനുഷ്യർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ കാശ്മീർ യാത്ര പോയതാണ് എൻ രാമചന്ദ്രൻ. പെട്ടെന്നുണ്ടായ ഭീകരാക്രമണത്തിൽ ഒന്നിനുമല്ലാതെ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് എങ്ങനെയാണ് താങ്ങാനാവുക? അതും കൺമുന്നിൽ വച്ച് ഭീകരർ വധിക്കുകയായിരുന്നു. ഭീകരരുടെ തോക്കിനിരയായ നിരവധി മനുഷ്യർക്കൊപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ കൂടി ഉൾപ്പെട്ടു എന്നത് അതീവ വേദനയോടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, ആ വാർത്ത കേട്ടത്. ഇപ്പോഴിതാ അന്ത്യയാത്രയാണ്. മടക്കത്തിന് ഒരുങ്ങി ഇടപ്പള്ളി പാർക്കിൽ പൊതുദർശനത്തിലാണ് എൻ രാമചന്ദ്രൻ്റെ ഭൗതികദേഹമുള്ളത്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള മനുഷ്യരടക്കം പൊതുപ്രവർത്തകർ, അങ്ങനെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അയൽപ്പക്കക്കാരുമായും ഒക്കെ റെസിഡൻസ് അസോസിയേഷനുമായി ചേർന്നും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാവരോടും വളരെ സൗമ്യനായി ചിരിച്ച മുഖത്തോടെ സംസാരിക്കുകയും ചെയ്തിരുന്നയാളെന്ന അയൽപ്പക്കക്കാർ കൂടി നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും. എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുണ്ടായിരുന്ന ഒരാൾ, പൂന്തോട്ടത്തിലെ ജീവിതമാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് കരുതിയിരുന്ന ഒരാൾ. നടൻ ജയസൂര്യ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. എൻ രാമചന്ദ്രൻ്റെ ഭൗതികദേഹത്തിൽ സിനിമാ താരം ജയസൂര്യ അന്തിമോപചാരം അർപ്പിക്കുന്നു. ജില്ലാ കളക്ടർ, CPM ജില്ലാ സെക്രട്ടറി, MP ഹൈബി ഈഡൻ തുടങ്ങി മന്ത്രി പി രാജീവ്, അങ്ങനെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഒപ്പം ഒരുപാട് മനുഷ്യർ എൻ രാമചന്ദ്രൻ്റെ ചിത്രവും കയ്യിലേന്തി അവരങ്ങനെ വരി നിന്ന് ഭൗതികദേഹം ഒന്ന് ദർശിക്കാനായി അങ്ങോട്ടേക്ക് എത്തുകയാണ്. തൊഴുകൈകളോടെയാണ് ഭാര്യ ഇരിക്കുന്നത്. നമുക്കത് ആ ചിത്രങ്ങളിൽ കാണാം. അദ്ദേഹത്തോടൊപ്പം കാശ്മീരിലുണ്ടായിരുന്നതാണ്. ഇവരൊരുമിച്ചാണ് യാത്ര പോയത്. ഇപ്പോഴത്തെ ഭൗതികദേഹം കാണാനായി വരുന്നവരെ തൊഴുകയോടെ, സങ്കടത്തോടെ, കണ്ണീരിൽ നിറഞ്ഞ് അങ്ങനെ ഭാര്യ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. നെഞ്ച് തകർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ആശ്വാസവാക്കുകൾ കൊണ്ട് നിയന്ത്രിക്കാനാവുന്നതല്ല ആ കണ്ണുനീരെന്നറിയാമെങ്കിലും ആദരമർപ്പിക്കാൻ എത്തുന്നവരോടൊക്കെയുള്ള നന്ദി സൂചകമായും സങ്കടത്തിലും അങ്ങനെ കൈകൂപ്പി ഒരേ ഇരിപ്പാണ് ഭാര്യ. ഒപ്പം വിലപിച്ചുകൊണ്ട് മകളും.